ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവമക്കളും ഒന്നിച്ച് വചനം ധ്യാനിപ്പാനും പഠിപ്പാനും ചില നാളുകൾക്ക് ശേഷം വീണ്ടും ദൈവം എനിക്കൊരുക്കി തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെ ഓരോരുത്തരെയും ഈ പാഠപഠനത്തിലേക്ക് വീണ്ടും വരുന്നതിനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ അവസരം നൽകിയ നോർത്തുള്ള സെക്ഷൻ അഡ്മിനിസ്ട്രേഷനോടും പ്രത്യേകിച്ച് ശബത്ത് സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ അവസരത്തിനായി എന്നെ ഒരുക്കിയ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മൾ ഈ 2025 മൂന്നാം ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മൂന്നാം ക്വാർട്ടറിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ്. പുറപ്പാട് പുസ്തകം നാം അനേക പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും അതിൽ നിന്ന് അനേക പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു സവിസ്തരമായ ഒരു പഠനം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വീണ്ടും ലഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം എത്ര പ്രാവശ്യം നമുക്ക് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പഠിക്കുവാൻ ഉള്ള അവസരം ലഭിക്കുന്നു, അത്രയും നമുക്ക് കൂടുതൽ ആ വചനത്തിലെ ദൂതുകളെ ആഴമായിട്ട് മനസ്സിലാക്കുവാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും നമുക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ പാഠം അടിച്ചമർത്തൽ, മോശയുടെ ജനനവും പശ്ചാത്തലവും. അതാണ് ഈ കാര്യങ്ങൾ നമുക്ക് കുറേ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഒന്നിച്ച് വീണ്ടും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം, ചിന്തിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതിന് ആവശ്യമായ വേദഭാഗം എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ഉം 25-ഉം വാക്യങ്ങളാണ്. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ അടിമത്ത നിമിത്തം നെടുവേർപ്പെട്ടു നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അപ്പോൾ ദൈവം അവരുടെ ഞരക്കം കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുള്ള തൻ്റെ ഉടമ്പടി ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ നോക്കി ദൈവം അവരെ കടാക്ഷിച്ചു, അവരെ അംഗീകരിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. തുടർന്ന് നമ്മൾ പാഠത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കർത്താവ് വീണ്ടും ഒന്നിച്ച് അവിടുത്തെ വചനം പഠിക്കുവാൻ ഈ അവസരം അടിയങ്ങൾക്ക് നൽകി തന്നതോർത്ത് സ്തുതിക്കുന്നു. അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങൾ വീണ്ടും കർത്താവെ പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങൾക്ക് സഹായമായി കൂടെ ഇരുന്ന് അടിയങ്ങൾ ചിന്തിക്കുന്ന ഭാഗങ്ങൾ അടിയങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വചനത്തിൽ ജ്ഞാനമുള്ളവരായി, ഉറപ്പുള്ളവരായി അടിയങ്ങൾക്ക് മുൻപോട്ട് ജീവിപ്പാൻ അടിയങ്ങൾ കർത്താവ് സഹായിക്കണം. ഈ പാഠപഠനത്തിൽ പങ്കെടുക്കുന്ന, ഇത് ശ്രവിക്കുന്ന, പഠിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും അവിടുത്തെ കൃപയിലും കരുണയിലും കർത്താവ് കാത്തുകൊള്ളണം. ആവശ്യമായ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാൽ കർത്താവിടെ നിറയ്ക്കുകയും പരിപാലിക്കും വഴി നിർത്തുകയും ചെയ്യണം. മാനവമത കർത്താവ് നെടുക്കണം. ലടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിനെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ വെക്കണം. നല്ല ദൈവമേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, പുറപ്പാട് എന്ന് പറയുന്നത് ഒരു ജനതയുടെ ഒരു യാത്രയുടെ ആരംഭമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് ഉള്ള യാത്രയുടെ ആരംഭം. അനേക വർഷക്കാലം അടിമത്തത്തിൽ മാത്രമല്ല, വളരെ കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും പീഡനങ്ങളും ഏറ്റ് ജീവിതം വളരെ കൈപ്പേറിയതായി, ദുസ്സഹമായി, സഹിക്കുവാനും വഹിക്കുവാനും കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വളർന്നു വന്ന സാഹചര്യത്തിൽ
ഒരു വിടുതൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ഒരുക്കുകയും അതിനായിട്ട് ദൈവം ഇടപെടുന്ന വഴികളെക്കുറിച്ച്, വിധങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ആ വിടുതൽ എങ്ങനെ സാധ്യമായി തീരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ അടിമത്ത ജീവിതത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഒരു യാത്ര ആണ് പുറപ്പാട് എന്നതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ചും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഭൗതിക ചിന്തകളുടെയും സ്വാധീനങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന്, പൈശാചികൻ്റെ തന്ത്രങ്ങളും പ്രേരണകളും പലതരത്തിലുള്ള തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊക്കെയും നാം മോചനം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് ഈ കാലത്തിനകത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെയുള്ള ഒരു പുറപ്പാടിൻ്റെ അനുഭവത്തിലേക്കാണ് നാം ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം നാം ജീവിക്കുന്നത് ലോകത്തിൻ്റെ അവസാന നാളുകളാണ് എന്ന് ലോക സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങളെ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈനംദിനമുള്ള സംഭവങ്ങൾ, വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, നാം മനസ്സിലാക്കുന്ന വിധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയും. അതുകൊണ്ട് നാമും ഒരു പുറപ്പാടിൻ്റെ വക്കിലാണ് എന്ന ചിന്തയോടെയാണ് നാം ഈ ഭാഗം ചിന്തിക്കുവാൻ പോകുന്നത്. ഈ പുറപ്പാട് പുസ്തകം അതിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ മക്കളുടെ അടിമത്ത ജീവിതം, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ ജീവിതത്തിലെ വളരെ പ്രയാസമേറിയ സന്ദർഭങ്ങൾ, അവരുടെ പീഡനങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെടുന്നവരും പാർശ്വലിക്കപ്പെടുന്നവരും നീതി നിഷേധിക്കപ്പെടുന്നവരും പ്രയാസങ്ങളും മറ്റുള്ള അനീതിക്ക് വിധേയമായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടതായ ഒരു ജനതയുടെ ചരിത്രമാണ്, ജീവിത അനുഭവങ്ങളാണ് നാം പുറപ്പാട് പുസ്തകത്തിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ജനസമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി അവർ സഹിക്കുന്ന വേദനകൾ എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ജനസമൂഹം എന്ന നിലയിൽ ഒരു അംഗീകാരം പോലുമില്ലാതെ കുറച്ച് അടിമകൾ എന്ന നിലയിൽ അവരോട് വളരെ ക്രൂരമായിട്ടും നിന്ദ്യമായിട്ടും വളരെ മോശമായിട്ടും ഇടപെടുന്ന ഒരു ഭരണ സംവിധാനവും അധികാരികളും അത്തരത്തിൽ പ്രയാസങ്ങളുടെയും വേദനകളുടെയും നിന്ദയുടെയും അപമാനത്തിൻ്റെയും ശിക്ഷയുടെയൊക്കെ മധ്യത്തിൽ വളരെ പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജനതതി. എന്നാൽ ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ ഈ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം ഓർക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഇങ്ങനെ ഉള്ള ജനത്തിൻ്റെ അപേക്ഷകളും പ്രാർത്ഥനകളും നിലവിളിയും കേൾക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എവിടെയും ത്യജിക്കപ്പെടുന്നവരും ഉപേക്ഷിക്കപ്പെടുന്നവരും സ്നേഹം നിഷേധിക്കുന്നവരും അങ്ങനെ മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ട് ഒരു വലിയ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ജനത്തിൻ്റെ വേദനകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും നിലവിളിയും കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം ഈ ജനത്തിൻ്റെ നിലവിളി കേൾക്കുവാൻ ഇടയായത്, അല്ലെങ്കിൽ കേട്ടത്. അതുകൊണ്ടാണ് അവരുടെ കഷ്ടങ്ങളും അവരുടെ പ്രയാസങ്ങളും ദൈവം കണ്ടത്. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ നിന്ന് അവർക്കൊരു വിടുതൽ ആവശ്യമാണ് എന്ന് ദൈവം മനസ്സിലാക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം ഈ പാഠം അല്ലെങ്കിൽ ഈ പുസ്തകം പഠിക്കുമ്പോൾ
അവരുടെ വലിയ ദുരന്ത സമാനമായ ജീവിതത്തിൽ നിന്ന് ഒരു സമാധാനപരമായ, അതുപോലൊരു വിടുതലിൻ്റെ, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ ജനം കടന്നു വരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏതു തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ആരായാലും, ഏത് സമൂഹമായാലും, ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവരുടെ ഉള്ളിൽ അവർ നിലവിളിക്കുന്നുവെങ്കിൽ, ഒരു ദൈവം അടിയങ്ങളെ വിടുവിക്കുവാനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തോട് ദയയോടും കരുണയോടും ഇടപെടുവാനും അവരുടെ പ്രതികൂല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ വിടുവിപ്പാനും ദൈവം മനസ്സുള്ളവനും ദൈവം ഒരുക്കമുള്ളവനുമാണ് എന്ന് നമ്മൾ ഈ ആദ്യ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മിസ്രൈമിലെ ദൈവജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഞായറാഴ്ച ഭാഗം നമുക്കറിയാം, ഗോത്രപിതാവായ യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ 70 പേരായിരുന്നു മിസ്രൈമിലേക്ക് പോയത്. ആ 70 പേരടങ്ങുന്ന കുടുംബം മിസ്രൈമിൽ ചെന്നു. ജോസഫ് മുഖാന്തരം യാക്കോബിനും മക്കൾക്കും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും ഒരു വലിയ അംഗീകാരം അവിടെ ലഭിക്കുവാൻ ഇടയായി തീരുകയും ആ മിസ്രൈമിലെ ഒരു നല്ല ദേശം അവർക്ക് ജീവിക്കുവാനായിട്ട് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ യാക്കോബിൻ്റെ കുടുംബം 70 പേരുമായിട്ട് മിസ്രൈമിലേക്ക് കടന്നു ചെന്നതിന് ശേഷം ആ ജനത്തിന് അവിടെ ജീവിക്കുവാനും അവർക്ക് അവരുടേതായ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുവാനും അവർക്ക് അവരുടേതായ കൃഷി, അതുപോലെ മൃഗങ്ങളെ വളർത്തൽ തുടങ്ങിയ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യാപൃതമാകുവാനും അങ്ങനെ അവർ അവിടെ വളർന്ന് ഒരു വലിയ സമൂഹമായിട്ട് ആ മിസ്രൈമിലെ ഭരണാധികാരികൾ ഭയപ്പെടുവാൻ തക്കവണ്ണം വലിയൊരു ജനസംഖ്യ ആയിട്ട് ഈ ജനം അവിടെ വളരുവാൻ, വർദ്ധിക്കുവാൻ ഇടയായി തീർന്നുവെന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു അന്യദേശത്ത് അഭയത്തിനായിട്ട് കടന്നുപോയ 70 പേരടങ്ങുന്ന ഒരു കുടുംബം വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ ജനതയായിട്ട് മാറുവാൻ ഇടയായിത്തീർന്നത് യാദൃച്ഛികമല്ല. അതിന് പിന്നിലും ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇസ്രായേൽ ജനം വർദ്ധിക്കുന്നു എന്ന് മിസ്രൈമിലെ രാജാവും രാജാവിൻ്റെതായ ഭരണകാര്യത്തിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് കൂടുതൽ ജോലിഭാരങ്ങൾ കൊടുത്ത് അവരെ പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും അവരുടെ ആരോഗ്യം നശിപ്പിക്കുവാനും അവരുടെ സമാധാന ജീവിതം നഷ്ടപ്പെടുത്തുവാനും ഒക്കെ ഉള്ള മനഃപൂർവമായ തീരുമാനം ഫറവോൻ്റെ പക്കൽ നിന്ന് ഉണ്ടാകുകയും അത്തരത്തിൽ ഈ ഇസ്രായേൽ ജനത്തിന് കൂടുതൽ പീഡനങ്ങളും കൂടുതൽ പ്രയാസങ്ങളും കൂടുതൽ ജോലിഭാരങ്ങളും അവരെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ആ മിസ്രൈമിൽ വലിയൊരു സമൂഹമായിട്ട് മാറുന്നുവെന്ന് തിരിച്ചറിവ് ഫറവോൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉളവാക്കുന്നു എന്നും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശത്രുരാജ്യം ഈ മിസ്രൈമിനെ ആക്രമിക്കുന്നുവെങ്കിൽ ഈ ഇസ്രായേൽ ജനവും അവരോട് കൂടെ ചേർന്ന് മിസ്രൈമരെ ഇല്ലാതാക്കുവാനോ തോൽപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഇടയായിത്തീരും എന്നും അതുകൊണ്ട് ഈ ജനമിനി വർദ്ധിക്കുവാൻ ഇടവരരുത് എന്ന് മനസ്സിലാക്കി അവരെ കൂടുതൽ പ്രയാസങ്ങളിലേക്കും കൂടുതൽ ജോലിഭാരങ്ങളിലേക്കും നയിക്കുവാൻ അവരെ
ഊഴിയ വിചാരകന്മാരെ അവരുടെ മേൽ നിയമിക്കുകയും അവർ മുഖാന്തരം അവരുടേതായ ജോലി ഭാരങ്ങൾ കഠിനമാക്കുകയും അങ്ങനെ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുവാനും തകർക്കുവാനും ആരോഗ്യം ക്ഷയിപ്പിക്കുവാനുള്ള പദ്ധതികൾ അവർ ഫറവോൻ ചെയ്തുവെന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അവിടെ നാം ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ഇടപെടൽ കാണുന്നത് അവരെ എത്രമാത്രം പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും ഫറവോൻ തീരുമാനമെടുത്തുവോ, എങ്ങനെയൊക്കെ ഇവരെ പീഡനത്തിലൂടെ കടത്തിവിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വരെ തകർക്കുവാൻ പ്രവർത്തിക്കാമോ, ആ സമയങ്ങളിലൊക്കെയും അവർ കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരനുഭവം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. പീഡിപ്പിക്കും തോറും അവർ കൂടുതൽ വർദ്ധിക്കുകയും വളരുകയും ചെയ്തുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ എവിടെ അവർക്കൊരു നാശം അല്ലെങ്കിൽ അവർക്കൊരു തളർച്ച അല്ലെങ്കിൽ അവർക്കൊരു പ്രയാസം, ഒരു സാധാരണ പ്രയാസമൊന്നല്ല, ഒരു വലിയ പ്രയാസം നേരിടുന്നുവോ അവിടെയൊക്കെ അവരെ കാണുവാനും കരുതുവാനും അവർക്കെന്ത് നഷ്ടമാകണം എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു, അത് നഷ്ടമാകാതിരിക്കുവാനുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു സഹായം അവർക്ക് നൽകുവാൻ യഹോവ ദൈവം അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു. അപ്പോൾ യാക്കോബ് എന്ന ഗോത്രപിതാവിൻ്റെ കീഴിൽ അവിടെ കടന്നു ചെന്ന ചെറിയൊരു സമൂഹം ഒരു വലിയ സമൂഹമായിട്ട് മാറിയത് സ്വാഭാവികമായ ഒരു കാര്യത്തിലൂടെയല്ല, മറ്റ് ഇടങ്ങളിൽ സംഭവിക്കുന്ന പോലൊരു കാര്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ജനം ഒരു ശക്തിയായിട്ട് മാറണം എന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ഒരുപക്ഷെ ആ ജനം അറിയാത്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ആ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പുരുഷന്മാർ മാത്രം 6 ലക്ഷം പേര് എന്ന് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം ഏത് ലളിതമായ ചെറിയ അവസ്ഥയിൽ നിന്ന് അവർ ജീവിതം ആരംഭിക്കുന്നുവോ അവരെ ഏത് അവസ്ഥയിൽ ആക്കി തീർക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ അവസ്ഥയിലേക്ക് അവരെ ആക്കി തീർക്കുവാൻ, ആ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം എപ്പോഴും അവരെ കാണുന്നു, അവരെ ശ്രദ്ധിക്കുന്നു എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. നാം അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ തിങ്കളാഴ്ചത്തെ ഭാഗം അതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ്. ആ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോസേഫ് ആ മിസ്രൈമിൽ എത്തപ്പെട്ട് ഫറവോൻ്റെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞ് യോസേഫിൻ്റെ പ്രവർത്തനങ്ങൾ, യോസേഫിൻ്റെ സ്വഭാവം, യോസേഫിന് ദൈവം നൽകിയ കഴിവുകൾ, യോസേഫിൻ്റെ സത്യസന്ധത, യോസേഫിന് ദൈവത്തോടുള്ള വിശ്വസ്തത ഒക്കെ ഫറവോൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, യോസേഫ് എന്ന് പറയുന്ന ഈ ഒരു എബ്രായ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ, യുവാവ് എത്രമാത്രം ഫറവോൻ ഒരു സഹായമായിട്ട് ആ രാജ്യത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്ന് തിരിച്ചറിയുവാൻ ഫറവോന് കഴിഞ്ഞിരുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ ഇടപെടലുകളാൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ യോസേഫിനാൽ നടത്തപ്പെടുവാനും യോസേഫ് മുഖാന്തരം അത് ഫറവോന് ഗ്രഹിക്കുവാനും കഴിഞ്ഞതുകൊണ്ട് ഒരു വലിയ അംഗീകാരം, ഒരു വലിയ ബഹുമാനം യോസേഫിന് അവിടെ ലഭിക്കുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഫറവോൻ കഴിഞ്ഞാൽ മിസ്രൈമിലെ രണ്ടാമത്തെ വ്യക്തി യോസേഫ് ആകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫറവോൻ തന്നെ അത് പ്രഖ്യാപിച്ചതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യുകയും
അങ്ങനെ യോസേഫിന് തൻ്റെ മുദ്രാമോതിരം ഊരി നൽകുകയും അവൻ്റെ കഴുത്തിൽ സ്വർണ്ണ സരപ്പുളി അണിയിക്കുകയും എല്ലാവരും യോസേഫിന് മുമ്പിൽ മുട്ടുകുത്തണം എന്ന് അവിടെ ആജ്ഞ കൊടുക്കുന്നത് ഫറവോനാണ്. അപ്പം അത്തരത്തിൽ ഒരു വലിയ വ്യക്തി ഭരണതലത്തിൽ ഏറ്റവും കഴിവുള്ള, ഏറ്റവും പ്രാഗൽഭ്യമുള്ള, ആ മിസ്രൈമിൻ്റെ ഭരണതന്ത്രത്തിൽ ഏറ്റവും അഗ്രഗണ്യനായ ഒരു വ്യക്തിയായിട്ട് വളർന്നു വരുന്ന യോസഫ് പിൽക്കാലത്ത് യോസെഫിൻ്റെ പശ്ചാത്തലവും യോസെഫ് ആരാണെന്നും യോസെഫിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്നും യോസെഫ് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ആയിട്ടാണ് മിസ്രൈമിൽ വന്നതിന് ശേഷം ആയിത്തീർന്നതെന്ന് ഒക്കെ ഗ്രഹിക്കുവാൻ കഴിയാത്ത, യോസെഫിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഫറവോൻ അധികാരത്തിൽ വന്നപ്പോൾ യോസെഫിന് അതുപോലെ ഇസ്രായേൽ ജനത്തിനും അതിൻ്റെതായ പ്രയാസങ്ങളും തിരിച്ചടികളും ദുരനുഭവങ്ങളും ഉണ്ടായി എന്നും നമ്മൾ തുറന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതുപോലെയുള്ള യോസെഫ്മാര് പ്രബലമായ ഒരു ജനസമൂഹം മിസ്രൈമിൽ വളരുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ എബ്രായ ബാലന്മാരെയും കൊല്ലുവാൻ അന്നത്തെ ഫറവോനായിരുന്ന തുൽമോസ് ഒന്നാമൻ, അതായത് BC 1525 മുതൽ BC 1512 വരെ ഭരണം നടത്തിയിരുന്ന ആ ഭരണാധിപൻ ഒരു ഉത്തരവ് ഇടുവാൻ ഇടയായിത്തീർന്നു. അപ്പം അങ്ങനെ എല്ലാ എബ്രായ ബാലന്മാരെയും കൊല്ലുവാനുള്ള ഫറവോന്റെ ആജ്ഞ ഉണ്ടായപ്പോഴാണ് മിസ്രൈമിൽ ഒരു എബ്രായ കുടുംബത്തിലെ എബ്രായ ദമ്പതിമാർക്ക് ഉണ്ടായ ഒരു ശിശുവിനെ കൊല്ലുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവർ ഒരു പെട്ടിയിൽ ആക്കി, ഞാങ്ങണപ്പെട്ടിയിലാക്കി നൈൽ നദിയുടെ കരയിൽ കൊണ്ട് വെച്ച് ആ ശിശുവിൻ്റെ സഹോദരി അല്പം മാറി നിന്ന് ഈ പെട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, പെട്ടകത്തിന് എന്ത് സംഭവിക്കുന്നു, ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുവാനുള്ള വ്യഗ്രതയും ആകാംക്ഷയും വേദനയുമൊക്കെയായിട്ട് നിൽക്കുമ്പോൾ ആ മിസ്രൈമിലെ രാജകുമാരിയായ, അല്ലെങ്കിൽ തുൽമോസ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകളായ ഹാഷസ് സൂട്ട് എന്ന് പറയുന്ന രാജകുമാരി, ഹാഷസ് സൂട്ട് എന്ന് പറഞ്ഞ രാജകുമാരി, ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പേരുകൾ നൽകിയിട്ടല്ല നമുക്കറിയാം. ചരിത്രത്തിൽ നിന്ന് ഈ പേരുകളൊക്കെ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നതാണ്. ആ രാജകുമാരി നൈൽ നദിയിൽ തൻ്റെ വേലക്കാരുമായിട്ട് അല്ലെങ്കിൽ ബാല്യക്കാരുമായിട്ട് കുളിക്കുവാൻ വരുമ്പോൾ ഈ പെട്ടകം കാണുകയും ആ പെട്ടകത്തിന് അടുത്തേക്ക് വന്ന് അത് തുറന്നു നോക്കിയപ്പോൾ വളരെ സുന്ദരനായ ഒരു ശിശുവാണ് അതിൽ എന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ രാജകുമാരി ഈ ശിശുവിനെ എടുത്ത് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ തൻ്റെ ബാല്യക്കാരത്തികളോട് പറഞ്ഞ് അവിടെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ ശിശുവിൻ്റെ സഹോദരി അടുക്കൽ ചെന്നിട്ട് ഈ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തുവാൻ ഇതിനൊരു അമ്മയെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ഈ രാജകുമാരി ചോദിക്കുമ്പോൾ ആ രാജകുമാരി അത് സമ്മതിക്കുകയും അങ്ങനെ ഈ ശിശുവിന് പാല് കൊടുത്ത് വളർത്തുവാൻ അതിൻ്റെ അമ്മയെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് എന്ന് ഈ വചനം പഠിക്കുന്ന നമുക്ക് ദൈവത്തെ സംബന്ധിച്ച്, ദൈവത്തിന് തൻ്റെ ജനമായ ഇസ്രയേലിനോടുള്ള ആ സ്നേഹവും കരുതലും അവരോടുള്ള അല്ലെങ്കിൽ ആർദ്രതയും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ദൈവം തന്നെ അത്
യഹോവ തന്നെ അത് വെളിപ്പെടുത്തുമ്പോൾ ഈ ശിശുവിനെ ആ ഞാങ്ങണ പെട്ടിയിൽ ആക്കി നൈൽ നദിയുടെ കരയിൽ കൊണ്ടുവച്ച് രാജകുമാരി കാണാൻ ഇടയായി തീർന്നതും അതിനെ എടുത്തതും ആ ശിശുവിനെ അതിൻ്റെ അമ്മയ്ക്കതിനെ ഏൽപ്പിച്ചു കൊടുത്ത് പാല് കൊടുത്ത് വളർത്തുവാൻ തീരുമാനിച്ചതൊക്കെ യാദൃശ്യമായ ഒരു സംഭവമല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പം അങ്ങനെ ഈ ശിശു വളർന്ന് ആ ശിശുവാണ് നമുക്കറിയാം പിന്നീട് ദൈവം തൻ്റെ ജനമായ ഇസ്രയേലിനെ വിടുവിക്കുവാൻ വേണ്ടി വിളിച്ച് ആക്കുന്ന മോശ എന്ന് പറയുന്ന ആ വലിയ നേതാവ് എന്ന് പറയുന്നത്. അപ്പം നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര മോശമായാലും, എത്രമാത്രം നാം അടിമത്തത്തിലും അസ്വാതന്ത്ര്യത്തിലും അല്ലെങ്കിൽ സമാധാനമില്ലായ്മയിലും കഷ്ടത്തിന് നടുവിലുമാണ് ജീവിക്കുന്നതെങ്കിലും നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാൻ എപ്പോൾ ദൈവം തീരുമാനിക്കുന്നു, എപ്പോൾ നമ്മളെ ദൈവം വിളിക്കുന്നു, അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറും എന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നാം ഈ ശാമ സ്കൂൾ പാഠപഠനങ്ങളിൽ പഠിക്കുന്ന പല ചരിത്ര സംഭവങ്ങളും പല പ്രവചനങ്ങളും പല ദൈവിക നിർദ്ദേശങ്ങളും നാം വെറുതെ പഠിക്കുവാൻ വേണ്ടി നമുക്ക് നൽകുന്നതും പഠിക്കുന്നതുമല്ല. ഈ ഓരോ കാര്യങ്ങളിൽ നിന്നും ദൈവം എങ്ങനെ തൻ്റെ ജനത്തോട്, ഞാൻ പറയുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, നാം ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുന്നുവെങ്കിലും ഇപ്പം നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അപ്പം നാം ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം അനുകൂലമല്ലാത്തതും പ്രതികൂലവും പ്രയാസവും നിറഞ്ഞതാണെങ്കിലും ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്നൊക്കെ പൂർണ്ണമായ ഒരു വിടുതൽ ലഭിച്ച് ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. അതാണ് നാം ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നത്. നാം അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നാം ഓർക്കേണ്ടതായ ഒരു വലിയ കാര്യമുണ്ട്. നാം ചൊവ്വാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ എബ്രായ സൂതി കർമ്മണികളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ സൂതി കർമ്മിണികൾക്ക് പ്രത്യേകിച്ച് ഈ ഇസ്രയേൽ ജനത്തിൻ്റെ ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാനും അവരുടെ ഇടയിൽ യോസേഫിനെ പോലുള്ള പ്രഗത്ഭരും പ്രശസ്തരും കഴിവുള്ളവരും ബുദ്ധിമാന്മാരും ഒക്കെ ഉണ്ടാവാതിരിക്കാനും മിസ്രൈമിന് ഈ ജനം ഒരു ഭീഷണിയായിട്ട് മാറാതിരിക്കുവാനും ഈ ജനത്തെ ഇല്ലാതാക്കുവാൻ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുള്ള പുരുഷ പ്രജകളെ ഇല്ലാതാക്കുവാനും അത് മുഖാന്തരം അവരുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാനുമൊക്കെ ഉള്ള ഒരു ഗൂഢപദ്ധതിയോടു കൂടിയാണ് ഫറവോൻ ഈ ഇസ്രയേൽ ജനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രയേലിലെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന സൂതി കർമ്മിണികൾ ആ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അതിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുവാൻ നിർദ്ദേശം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, ഈ ഒരു വലിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഫറവോൻ എന്ന് പറയുന്ന മിസ്രൈമിലെ ഏറ്റവും സമുന്നതനായ അധികാരമുള്ള ഏകാധിപതിയായ ഒരു രാജാവിൽ നിന്നാണ്, ഏകാധിപതിയിൽ നിന്നാണ് ഈ ഒരു കൽപ്പന പുറപ്പെട്ടത്. അത് ആർക്കൊടുത്താണ്? സമൂഹത്തിലെ ഒരുപക്ഷെ ഏറ്റവും താഴത്തെ നിലയിൽ ഗണിക്കപ്പെടുന്ന, ഒരുപക്ഷെ കുറെ കൂടി ആയിരിക്കാം എങ്കിലും ഈ സ്ത്രീകളുടെ പ്രസവ സമയത്ത് അവരെ സഹായിക്കുന്ന, നമ്മൾ ഇന്ന് കാണുന്ന ഒരു നേഴ്സോ അല്ലെ ഒരു മിഡ് വൈഫ് ഒക്കെ അങ്ങനെ നമുക്ക് കണക്കാക്കാം. അത്തരത്തിലുള്ള സ്ത്രീകളോട് ഈ ഇങ്ങനെയുള്ളൊരു കൽപ്പന
ഫറവോനെ പോലുള്ള ഏറ്റവും വലിയ ഏകാധിപതികൾ പറയുമ്പോൾ അതിനെതിരെ ചിന്തിക്കുവാൻ പോലുമുള്ള ഒരു ശക്തിയോ അതിനുള്ള ധൈര്യമോ അതിനുള്ള ഒരു മനസാന്നിധ്യമോ ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമല്ല, സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായെങ്കിൽ പോലും ഒരു രാജാവിൻ്റെ കൽപ്പനയ്ക്കെതിരെ നിൽക്കുവാനോ പ്രവർത്തിക്കുവാനോ അനുസരിക്കാതിരിക്കുവാനോ കഴിയില്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ വാസ്തവം പറഞ്ഞ ഈ സൂതികർമ്മികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. ഈ രാജാവ് കൊടുത്ത കൽപ്പനയെ അനുസരിക്കാതിരിക്കുവാനുള്ള ഒരു ധൈര്യം ഈ സ്ത്രീകൾക്ക് എങ്ങനെ ലഭിച്ചു എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. കാരണം അവർക്ക് നാളെ ജീവിക്കണം, അവർക്ക് ജീവനോടെ ഇരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ശിക്ഷയിൽ നിന്ന് അവർക്ക് വിടുതലുണ്ടാവണം. ഒരുപക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു കാരാഗ്രഹവാസം അല്ലെങ്കിൽ ഗളച്ഛേദമൊക്കെ ആയിരിക്കും അവർക്ക് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷ, അവർ രാജാവിൻ്റെ കൽപ്പന ധിക്കരിച്ചാൽ. ഇത് വ്യക്തമായിട്ട് അവർക്കറിയാം, ഇങ്ങനൊരു കാര്യം സംഭവിക്കും, ഇത്തരത്തിലുള്ളൊരു വലിയ ശിക്ഷ ഞങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് ഈ സൂതികർമ്മിണികൾക്ക് അറിയാം. എന്നിരുന്നാലും അവർ ഈ രാജാവിനേക്കാൾ ഇസ്രയേലിൻ്റെ ദൈവത്തെ ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ ഒരു തോന്നലവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്? ഈ സൂതികർമ്മിണി ചെയ്ത പ്രവൃത്തിയും നമ്മൾ ശദ്രക് മേശക് അബേദ്നെഗോ ചെയ്ത അതേ പ്രവൃത്തി, നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പരസ്യമായിട്ട് ദൈവത്തിന് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുവാൻ കഴിഞ്ഞ ആ ധൈര്യം, തൻ്റെ ഇടം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ചെയ്യുവാൻ ഈ സൂതികർമ്മിണികൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവരെ അതിനുവേണ്ടി ധൈര്യപ്പെടുത്തിയത്, ബലപ്പെടുത്തിയത്, അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം കൊടുത്തത് ഞാൻ ചിന്തിക്കുന്നു സ്വർഗത്തിലെ ദൈവമാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാരുടെ പേര് രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ ആ സ്ഥാനത്തും രണ്ട് സൂതികർമ്മികളുടെ പേരവിടെ പറയുന്നുണ്ട്. നമ്മൾ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ക്ഷിപ്ര, പൂവ എന്ന് പറയുന്ന രണ്ട് പേര് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നാം പാഠത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പം അവര് ഈ ജനത്തെ, ഇസ്രായേലിൻ്റെ പുരുഷ പ്രജകളെ കൊല്ലാതെ അവരെ ജീവിക്കുവാൻ അനുവദിച്ചു എന്നതും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വളരെ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിഞ്ഞു. അവർ ബഹുമാനിക്കപ്പെട്ടു. അത് മാത്രമല്ല, അവർ വളരെയധികം അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവാനും സമൂഹത്തിൽ അവർ നല്ല അല്ലെങ്കിൽ വലിയ വ്യക്തികളായിട്ട് അംഗീകരിക്കപ്പെടുവാനും ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ പറയുന്നത് ദൈവം അവർക്ക് വലിയ കുടുംബങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഇത് ദൈവം അവർക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് അവർക്ക്. കാരണം ഫറവോൻ എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും, അല്ലെങ്കിൽ എന്ത് ശിക്ഷ നടപ്പാക്കാൻ അല്ലെങ്കിൽ തീരുമാനിച്ചാലും അതിൽ നിന്ന് ഇവരെ വിടുവിച്ചുകൊണ്ട് അവർക്കെന്ത് അവരുടെ ജീവിതത്തിൽ വേണം എന്ന് ദൈവം ആഗ്രഹിച്ചുവോ അതവർക്ക് കൊടുക്കുവാൻ ദൈവം അല്ലെങ്കിൽ തീരുമാനിച്ച ദൈവത്തിന് മനസ്സായിരുന്നു. അതുകൊണ്ട് അത് അനുഭവിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ ദൈവത്തെ ഭയപ്പെട്ടത് എത്ര നന്നായി എന്ന് ഒരുപക്ഷെ അവർക്ക് തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞത് ആ ഇസ്രായേൽ ജീവിതത്തിലെ ഒരു വ്യത്യസ്ത അനുഭവമായിട്ടൊരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ശേഷിച്ചിട്ടുണ്ടാവാം. അപ്പം നോക്കുക, ഈ ഫറവോന്റെ കൽപ്പനകളെ എതിർക്കുകയല്ല, അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് ഈ എബ്രായ ബാലന്മാരെ മുഴുവനും ഈ കൊല്ലുവാൻ അല്ലെങ്കിൽ നൈൽ നദിയിൽ എറിയുവാൻ കൽപ്പിച്ചത് മിസ്രയീമിലെ ജനത്തിൻ്റെ വിശ്വാസം അനുസരിച്ച്
നൈൽ നദിയുടെ ദേവനും ഫലപുഷ്ടിതയുടെ ദേവനുമായ ഹാപ്പി എന്ന് പറയുന്ന ഒരു ദേവന് വഴിപാടായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നദിയിലേക്ക് എറിയുവാൻ കൽപ്പിച്ചത്. അപ്പം അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആചാരം അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ ഒരു വിശ്വാസ രീതി അവർ ചെയ്യുന്നു. അതും ഒരുപക്ഷെ അവർക്ക് തെറ്റായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് ശരിയായിരിക്കാം അവർക്ക്. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുവാനും ധീരമായ ഒരു തീരുമാനമെടുക്കുവാനും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് തങ്ങൾ നടപ്പാക്കുവാനും മനസ്സ് കാണിച്ച, ധൈര്യം കാണിച്ച അല്ലെങ്കിൽ ഉറപ്പുണ്ടായിരുന്ന ഈ സൂതികർമ്മിണികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സഹായിക്കുകയും അവർക്ക് തുണ നിൽക്കുകയും ചെയ്യുന്ന, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന മറ്റുള്ളവരും അനുഗ്രഹത്തിന് പാത്രമായി തീരുമെന്ന് നാം ഇവിടെ പഠിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയജനമേ, ദൈവം എത്ര വിധങ്ങളിലാണ്, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ ദൈവം മുൻപോട്ട് വഴി നടത്തുന്നതെന്ന് ഈ സമയങ്ങളിൽ നാം തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇസ്രയേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ ജീവിത അനുഭവങ്ങളെ നാം പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എത്ര അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, ബുധനാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കാണുന്നത് മോശയുടെ ജനനമാണ്. നമുക്കറിയാം, നാം നേരത്തെ പരാമർശിച്ച പോലെ തന്നെ മോശയുടെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ചരിത്ര പശ്ചാത്തലം നാം ഇപ്പോൾ കേട്ടതുപോലെ വളരെ ആശ്ചര്യം നിറഞ്ഞതും വളരെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയാത്ത തരത്തിലുള്ള അത്ഭുതങ്ങളോട് കൂടിയതുമാണ്. വിസ്മയകരമായ സംഭവങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ മിസ്രൈമിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫറവോനായിരുന്ന, നമ്മൾ നേരത്തെ കണ്ട തുൽമോസ് മൂന്നാമൻ എന്ന് പറയുന്നത് നെപ്പോളിയനെ പോലെ വളരെ പ്രശസ്തനായ ഒരു ഫറവോനായിരുന്നു. ആ ഭരണാധികാരിയുടെ സമയത്താണ് മോശ ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇപ്പോൾ മോശെ നമുക്കറിയാം, ആ പേര് ലഭിക്കുന്നത് ഈ തുൽമോസ് മൂന്നാമൻ്റെ മകള് അല്ലെങ്കിൽ രാജകുമാരി വെള്ളത്തിൽ നിന്ന് എടുത്തവൻ എന്ന് അർത്ഥം വരുന്ന ആ പേരാണ് മോശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ പേരിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ എബ്രായ ആ പദത്തിൻ്റെ അർത്ഥം ബാഹ്യ സൗന്ദര്യത്തെക്കാൾ നല്ലത്, അതിലുപയോഗിക്കുന്ന എബ്രായ വാക്ക് ടോബ് എന്നതാണ്. ദൈവം തൻ്റെ സൃഷ്ടി നടത്തിയിട്ട് ഓരോ ദിവസത്തെയും സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം ദൈവം നല്ലത് എന്ന് കണ്ടു എന്ന് പറയുന്ന ഭാഗത്തും ഇതേ പദമാണ് ഉപയോഗിക്കുന്നതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു നല്ല കുട്ടി അല്ലെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ള എന്ന് പറഞ്ഞാൽ ബാഹ്യ സൗന്ദര്യമല്ലാത്തതിലുപരിയായിട്ട് ആന്തരികമായിട്ട് നല്ലതായ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഗുണമുള്ള ഒരു കുട്ടി, അങ്ങനെയാണ് മോശ ജനിക്കുന്നത്. അപ്പോൾ ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തം മറക്കാത്ത, ആ വാഗ്ദത്തത്തിൽ നിലനിൽക്കുന്ന, ആ വാഗ്ദത്തം പാലിക്കുവാൻ ഞാൻ അല്ലെങ്കിൽ ഒരുക്കമുള്ളവനാണ്, ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് ഇവിടെ നമ്മൾ കാണുമ്പോൾ
ഈ ഒരു ശിശു ആ ഒരു വാഗ്ദത്ത നിവൃത്തിയുടെ അനുഭവത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് വളർത്തിക്കൊണ്ടുവന്നു, പരിശീലിപ്പിക്കപ്പെട്ടു, അതിനായിട്ട് ഒരുക്കി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മോശ ജനിച്ച് തൻ്റെ മാതാവ് മോശയെ വളർത്തി. മോശയുടെ ജീവിത കാലഘട്ടം തൻ്റെ ഭവനത്തിലും രാജകൊട്ടാരത്തിലും പിന്നെ മിദ്യാന മരുഭൂമിയിൽ തൻ്റെ അമ്മാവിയപ്പനോട് ചേർന്ന് ആയിരുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ദൗത്യം എന്താണെന്ന് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് മോശയുടെ ജനനം മുതൽ ഈ ഒരു വലിയ ദൗത്യം മോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട് ഒരു രാജകീയ അല്ലെങ്കിൽ അനുഭവത്തിൽ, ഒരു രാജ കൊട്ടാരത്തിൽ ഒരു രാജകുമാരന് തുല്യമായിട്ട് വളർന്നു വരുവാനുള്ള അവസരം ദൈവം നൽകി. അതിൽ നിന്ന് മോശ തൻ്റെ ജനത്തോടുള്ള തൻ്റെ ഉള്ളിലെ ആഴമേറിയ സ്നേഹവും കരുതലും ആർദ്രതയും കൊണ്ട് രാജകൊട്ടാരത്തിൻ്റെ സൗഭാഗ്യങ്ങളെയും ഒരു രാജകുമാരൻ എന്നുള്ള പദവിയെയും രാജകൊട്ടാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് മോശയുടെ മാത്രം ഒരു തിരഞ്ഞെടുപ്പും തീരുമാനമായിരുന്നില്ല എന്നും നാം ചേർത്ത് പഠിക്കുന്നത്, ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ മോശ തൻ്റെ ജനത്തെ മിസ്രൈം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ അവരെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചിറക്കുവാൻ ഒരു പ്രാപ്തനായ വ്യക്തിയായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചു, ദൈവം ചിന്തിച്ചു. അതിനായിട്ട് ദൈവം മോശെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ അവന് മുമ്പിൽ ഒരുക്കി കൊടുത്തുകൊണ്ട് അവനെ ഒരുക്കി, അവനെ പരിശീലിപ്പിച്ചു, അവനെ പ്രാപ്തനാക്കി. മാത്രമല്ല വിശുദ്ധ വേദോസ്തവം പറയുന്ന തരത്തിലുള്ള ഏറ്റവും സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയായിട്ട് തീരുവാൻ മോശെ ദൈവം പഠിപ്പിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് മോശയ്ക്ക് ലഭിച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് അത് ഉപകാരപ്രദമായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ അത് ആ സന്ദർഭത്തിൽ, ആ സമയത്ത് ഒരുപക്ഷെ ചെയ്യേണ്ടിയിരുന്നു. ഇതൊന്നും പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യത്തിന് എതിരാകുവാനോ അതിൽ പിന്മാറുവാനോ അല്ലെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുവാനോ ഇടയായില്ല എന്നതും ദൈവം എത്രമാത്രം ആ ഒരു ഒരുക്കം മോശയുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ തക്കവണ്ണം മോശയെ അതിനായിട്ട് വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നാം മനസ്സിലാക്കുന്ന മോശയുടെ ജനനം. അതിനുശേഷം നമുക്കറിയാം പദ്ധതികളിലെ മാറ്റം എന്ന് നാം വ്യാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത് മോശ തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സംഭവിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. മോശയ്ക്ക് തൻ്റെ ജനത്തോട് വളരെ ആഴമായ സ്നേഹം ഉണ്ടായിരുന്നു.
അവരോട് കരുതലുണ്ടായിരുന്നു. അപ്പോഴാണ് മോശ വരുമ്പോൾ ഒരു ഇസ്രയേലിനും മിസ്രൈമിനും തമ്മിൽ ഒരു കലഹമുണ്ടാകുകയും ഈ മിസ്രൈമൻ ഈ ഇസ്രയേലിനെ അല്ലെ എബ്രായനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ സഹോദരൻ ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളൊരു വേദന പെട്ടെന്ന് മോശയുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയും അങ്ങനെ മോശ ആ മിസ്രൈമിനെ അടിച്ചു. ആ അടിയിൽ ആ മിസ്രൈമൻ മരിച്ചുപോയി. അവനെ മണലിൽ അല്ലെങ്കിൽ കുഴിച്ചിട്ടു എന്ന് നമ്മൾ കാണുന്നു. അതിനുശേഷം മോശ മടങ്ങിപ്പോയി. പിറ്റേ ദിവസവും മോശ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ രണ്ട് ഇസ്രായേലിൽ തമ്മിൽ അവിടെ ശണ്ട കൂടുന്നത് കാണുവാൻ ഇടയെത്തിയിരുന്നപ്പോൾ മോശയ്ക്ക് ഇസ്രായേലിനും മിസ്രൈമിനും തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടതിനേക്കാൾ വേദന ഒരുപക്ഷെ അവിടെ തോന്നിയിട്ടുണ്ടാവാം. തൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ശണ്ട കൂടുകയും ഒരുവനെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നല്ലോ എന്ന ചിന്ത. അതുകൊണ്ട് അവരെ ആ ശണ്ടയിൽ നിന്ന്, കലഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഒരു ഉദ്യമം മാത്രമായിരുന്നു മോശയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ പിടിച്ചു മാറ്റുവാൻ ചെല്ലുമ്പോൾ അതിലൊരാൾ അല്ലെങ്കിൽ അതിലൊരു വ്യക്തി പറഞ്ഞത്, നീ ഇന്നലെ മിസ്രൈമിനെ കൊന്ന പോലെ ഞങ്ങളെയും കൊല്ലുവാൻ വരുന്നുവോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് മോശയ്ക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു ചിന്ത, ആ ഒരു കാര്യം മോശ ചെയ്ത ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ തെറ്റാണ്, ഒരു കൊലപാതകമാണ് എന്ന കാര്യം ഇവരാരും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെ അവരൊരു മറ്റൊരു കാര്യമായിട്ട് വിട്ട് കളഞ്ഞില്ല എന്ന് മോശയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫറവോൻ്റെ ചെവിയിൽ എത്തും എന്ന് അറിഞ്ഞപ്പോൾ മോശ ഇവിടുന്ന് ഓടിപ്പോകുന്നു മിദ്യാനിലേക്ക്. അങ്ങനെ മോശ പെട്ടെന്ന് ആ രാജകൊട്ടാരത്തിൽ നിന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോയി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ചെന്ന് ഒരു കിണറ്റിൻ്റെ കരയിലിരുന്നു. അവിടെ നിന്ന് ഈ മിദ്യാനിലെ പുരോഹിതൻ്റെ മക്കൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ വന്നപ്പോൾ ആ മിസ്രൈമ്യർ വന്ന് അവരെ അവിടെ നിന്ന് ആട്ടിക്കളയും, അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് മോശ അവിടെ കടന്നു വരികയും അങ്ങനെ അവരുടെ ആടുകൾക്ക്, കുറച്ച് ആടുകളല്ല കുറേയധികം ആടുകൾ ഉണ്ടായിരുന്നിരിക്കാം, ആടുകൾക്കൊക്കെയും വെള്ളം കോരി കിണറ്റിൽ നിന്ന് കൊടുത്ത് അവരുടെ ദാഹം തീർത്ത് വിടുക എന്ന് പറയുന്നത് ഒരു അല്പം പ്രയാസമുള്ളൊരു ജോലിയാണ്. അങ്ങനെ മോശ ചെയ്തു. നമുക്കറിയാം ഈ വിവരം അവർ വീട്ടിൽ ചെന്ന് പിതാവിനോട് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ സഹായിച്ച ആ വ്യക്തിയെ, ചെറുപ്പക്കാരനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് അങ്ങനെ അവർ മോശയെ വിളിച്ച് ആ ഭവനത്തിൽ ചെന്നു. അപ്പോൾ നാം മനസ്സിലാക്കുമ്പോൾ അങ്ങനെ മോശ അവിടെ ചെന്നു, അവരോടൊപ്പം അവിടെ അല്ലെങ്കിൽ കഴിഞ്ഞു, ആഹാരം കഴിച്ചു. ആ പിതാവിന് മോശയെ ഇഷ്ടമായതുകൊണ്ട് തൻ്റെ മകളെ മോശയ്ക്ക് വിവാഹം കഴിച്ച് നൽകി. അങ്ങനെ മോശയുടെ 120 വർഷത്തിലെ ജീവിതത്തിൽ ആദ്യത്തെ 40 വർഷങ്ങൾ മിസ്രൈമിലും പ്രത്യേകിച്ച് രാജകൊട്ടാരത്തിലും, അടുത്ത 40 വർഷം മിദ്യാനിലും, അടുത്ത 40 വർഷം നമ്മൾ ഈ മോശ രചിച്ച 5 ഗ്രന്ഥങ്ങൾ കാണുന്ന ആ അനുഭവങ്ങളിലൂടെ മോശ ജീവിക്കുകയും മോശ ദൈവത്താൽ വിളിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി ഈ ഗ്രന്ഥങ്ങൾ രചിച്ച് ദൈവം എത്ര അതിശയമെന്ന അത്ഭുതം നമുക്ക് പറയാൻ കഴിയില്ല. മോശയെ നടത്തി, ബലപ്പെടുത്തി, ശക്തീകരിച്ചു, ജ്ഞാനം നൽകി,
സഹിഷ്ണുത നൽകി, ക്ഷമ നൽകി, സ്നേഹം നൽകി മോശയോട് കൂടെ ഇരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയ ദൈവ മക്കളെ, ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കുന്നതിൽ എത്രമാത്രം ദൈവത്തിൻ്റെ ഇടപെടലുകൾ വ്യക്തികളുടെയും സംഭവങ്ങളുടെയും അതുപോലെ മറ്റ് പശ്ചാത്തലങ്ങളുടെയും അത് അവർക്ക് അനുകൂലമാക്കി തീർക്കുന്നു, അതിനുള്ള വഴി അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നു, അതിനുള്ള മുഖാന്തരങ്ങൾ എത്രമാത്രം ദൈവം കൃത്യമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുക്കി നൽകുന്നു. ഇതൊക്കെ നമുക്ക് ഈ പാഠത്തിൽ നിന്ന്, ഈ ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം എത്ര കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാലും, നാം എത്രമാത്രം ഉപേക്ഷിക്കപ്പെടുന്നവരായാലും, എത്രമാത്രം നാം ത്യജിക്കപ്പെടുന്നവരായാലും, എത്ര കഷ്ടങ്ങൾ നമ്മൾ കടന്നു പോയാലും, തീർച്ചയായും നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ടോ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മളെ വിടുവിപ്പാനും നമ്മളെ രക്ഷയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുവരുവാൻ ആദ്യം നമ്മൾ സഹായിക്കുകയും ചെയ്യും എന്ന പൂർണ്ണവിശ്വാസത്തോടെ നമുക്ക് തുടർന്ന് ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകത്തെ ആധാരമാക്കി കർത്താവെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ, വഴികളെ, വ്യക്തികളെ, അതിനുള്ള സാഹചര്യങ്ങളെ ഇടങ്ങളിൽ മനസ്സിലാക്കി കർത്താവെ തൻ്റെ മക്കൾ ഏത് സാഹചര്യങ്ങളായിരുന്നാലും, ഏത് പ്രയാസങ്ങൾ അകപ്പെട്ടു പോയാലും, ഏത് ബന്ധനങ്ങളായാലും അവിടുന്നൊക്കെയും അരി വിടുവിപ്പാൻ ദൈവം എപ്പോഴും അടിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി അടിങ്ങൾക്ക് നൽകിക്കൊണ്ട് കർത്താവിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അടിയങ്ങൾ മുൻപോട്ട് നടത്തുവാൻ ഒരു യഹോവ ഞങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി മുൻപോട്ട് ജീവിപ്പാൻ ഈ പുറപ്പാടിൻ്റെതായ ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന അടിയങ്ങൾക്കും അത്തരത്തിൽ അടിയങ്ങൾ വചനത്തെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചൊരു ജീവിപ്പാനും അടിയങ്ങളോട് സഹായിക്കണം. സകല നന്മകളാൽ അടിയങ്ങൾ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ഈ പാഠം സംബന്ധിച്ച എല്ലാ മക്കളെയും അവിടുന്ന് കർത്താവ് വ്യക്തികളെയും കുടുംബങ്ങളായും സഭകളെ അവിടുന്ന് അനുഗ്രഹിക്കണം. മനോമത്ത് അവിടുന്ന് എടുക്കണം. അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നമ്മൾ ചോദിക്കുമ്പോൾ കൃപയാക്കണം. നല്ല ദൈവമേ, ആമേൻ. ഈ പാഠത്തെ സംബന്ധിച്ച എല്ലാ പ്രീതി മക്കളെയും കർത്താവ് യേശു ക്രിസ്തു സമാധാനത്തിലും കൃപയിലും ദൈവാനുഗ്രഹത്തിലും വഴി നടത്തട്ടെ. നമുക്ക് ദൈവസന്നിധിയിലും പ്രാർത്ഥന കൂടിയിരിക്കാം. ആമേൻ.